ഭീമന്റെ പുത്രനാണ് ഘടോൽകചൻ. അദ്ദേഹത്തിന്റെ പുത്രനാണ് ബർബരീകൻ. അർജുനൻ, കർണൻ, ഭീഷ്മർ തുടങ്ങി കുരുക്ഷേത്ര യുദ്ധത്തിലെ മറ്റു പല യോദ്ധാക്കളെക്കാളും ശക്തനായിരുന്നു അവൻ. തന്റെ അമ്മ മൗർവിയിൽ നിന്നും അവൻ യുദ്ധവിദ്യ അഭ്യസിച്ചിരുന്നു. കൂടാതെ ഭഗവാൻ ശിവനിൽ നിന്നും അവന് 3 ദിവ്യാസ്ത്രങ്ങൾ അനുഗ്രഹമായി ലഭിച്ചിട്ടുണ്ട്. അതിനാൽ മഹാഭാരത യുദ്ധം ഒരു നിമിഷം കൊണ്ട് തന്നെ അവൻ അവസാനിപ്പിക്കാൻ സാധിക്കും. അത്രയും ശക്തനായിരുന്നു ബർബരീകൻ. ഒരിക്കൽ അവൻ തന്റെ അമ്മയോട് മഹാഭാരത യുദ്ധം കാണുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അവന്റെ അമ്മ അതിന് സമ്മതം നൽകുകയും ചെയ്തു. പക്ഷേ യുദ്ധത്തിൽ പോരാടാൻ നിർബന്ധിതനാണെന്ന് തോന്നിയാൽ നീ ഏത് പക്ഷത്ത് ചേരുമെന്ന് അമ്മ മൗർവി അവനോട് ചോദിച്ചു. ആരാണോ ദുർബലർ അവരുടെ പക്ഷത്തായിരിക്കും ചേരുക എന്ന് ബർബരീകൻ അമ്മയ്ക്ക് വാക്കു നൽകി. അങ്ങനെ 3 അസ്ത്രങ്ങളും വില്ലുമായി അവൻ തന്റെ കുതിരപ്പുറത്തേറി കുരുക്ഷേത്രയിലേക്ക് യാത്രയായി. മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഭഗവാൻ കൃഷ്ണൻ എല്ലാ യോദ്ധാക്കളോടും നിങ്ങൾക്കൊറ്റയ്ക്ക് യുദ്ധം പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണ്ടി വന്നേക്കുമെന്ന് ചോദിച്ചു. ഭീഷ്മർ പറഞ്ഞത് 20 ദിവസം, കർണന് 24 ദിവസവും ദ്രോണർക്ക് 25 ദിവസമെന്നും അർജുനൻ പറഞ്ഞു യുദ്ധം പൂർത്തിയാക്കി വിജയിക്കാൻ 28 ദിവസവും എടുക്കുമെന്ന്. തന്റെ 3 അസ്ത്രങ്ങളുമായി ബർബരീകൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വരുന്നുണ്ടെന്ന് കൃഷ്ണനും പാണ്ഡവ സഹോദരന്മാരും നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. യുദ്ധത്തിൽ നിന്ന് അവനോട് പിന്മാറാൻ ആവശ്യപ്പെടാമെന്ന് പാണ്ഡവ സഹോദരന്മാർ തമ്മിൽ തീരുമാനിച്ചു. പക്ഷേ കൃഷ്ണൻ അത് സമ്മതിച്ചില്ല. കാരണം ഏറ്റവും ശക്തനായ യോദ്ധാവാണ് താനെന്ന് സ്വയം തെളിയിക്കാനുള്ള ഈ അവസരം ബർബരീകൻ കൈവിടില്ലെന്ന് ഭഗവാൻ കൃഷ്ണൻ അറിയാമായിരുന്നു. യാത്രാമധ്യേ ബർബരീകൻ ഒരു ബ്രാഹ്മണനെ കാണാനിടയായി. അത് വേറെ ആരുമായിരുന്നില്ല, ഭഗവാൻ കൃഷ്ണനായിരുന്നു. ബ്രാഹ്മണൻ അവനോട് ചോദിച്ചു, നീ ആരാണ്? ബർബരീകൻ പറഞ്ഞു, ഞാൻ ഘടോൽകചന്റെയും മൗർവിയുടെയും പുത്രനാണ്, ഭീമന്റെയും ഹിഡിംബിയുടെയും ചെറുമകൻ. ഞാൻ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തനായ യോദ്ധാവാണ്. അപ്പോൾ ബ്രാഹ്മണൻ അവനോട് ചോദിച്ചു, മഹാഭാരത യുദ്ധം നിനക്ക് എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കും? 1 നിമിഷം കൊണ്ട് യുദ്ധം പൂർത്തിയാക്കാൻ തനിക്ക് സാധിക്കുമെന്ന് അവൻ അഭിമാനത്തോടെ മറുപടി പറഞ്ഞു. അവിശ്വാസത്തിന്റെ ശബ്ദത്തോടെ ബ്രാഹ്മണൻ അവനോട് ചോദിച്ചു, വെറും 3 അസ്ത്രങ്ങൾ കൊണ്ട് നിനക്ക് എങ്ങനെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയും? ആദ്യത്തെ അസ്ത്രം ഉപയോഗിച്ച് ഞാൻ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെന്തും അടയാളപ്പെടുത്താൻ കഴിയും. ഞാൻ 3ാമത്തെ അസ്ത്രം പ്രയോഗിക്കുമ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്നതെല്ലാം നശിക്കപ്പെടും. ശേഷം അസ്ത്രം ആവനാഴിയിലേക്ക് മടങ്ങുകയും ചെയ്യും. 2ാമത്തെ അസ്ത്രം ഉപയോഗിച്ച് ഞാൻ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതിനെയെല്ലാം അടയാളപ്പെടുത്താൻ സാധിക്കും. ഇപ്പോൾ വീണ്ടും ഞാൻ 3ാമത്തെ അസ്ത്രം പ്രയോഗിക്കുമ്പോൾ അടയാളപ്പെടുത്താത്തതെല്ലാം നശിക്കപ്പെടും. അവന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് പരീക്ഷിക്കാൻ ബ്രാഹ്മണൻ അവനോട് അടുത്തു നിന്നിരുന്ന മരത്തിന്റെ എല്ലാ ഇലകളും തന്റെ അസ്ത്രം ഉപയോഗിച്ച് അടയാളപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. ബർബരീകൻ തന്റെ ദൗത്യത്തിനുള്ള തയ്യാറെടുപ്പിനായി ധ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ ബ്രാഹ്മണൻ, അതായത് കൃഷ്ണൻ, അവൻ അറിയാതെ ആ മരത്തിൽ നിന്ന് ഒരു ഇല പറിച്ച് തന്റെ കാൽപാദത്തിനിടയിൽ വെച്ചു. ബർബരീകൻ ആദ്യത്തെ അസ്ത്രം പ്രയോഗിച്ചപ്പോൾ അത് മരത്തിലെ എല്ലാ ഇലകളെയും അടയാളപ്പെടുത്തുകയും ഒടുവിൽ ബ്രാഹ്മണന്റെ പാദങ്ങൾക്ക് ചുറ്റും കറങ്ങാൻ തുടങ്ങുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഈ അസ്ത്രം ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് ബ്രാഹ്മണൻ അവനോട് ചോദിച്ചു. അവൻ മറുപടി പറഞ്ഞു, താങ്കളുടെ പാദത്തിനടിയിൽ ഒരു ഇല ഉണ്ടായിരിക്കണം. ഞാൻ അങ്ങയുടെ കാൽപാദം മുറിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അവൻ ബ്രാഹ്മണനോട് അദ്ദേഹത്തിന്റെ കാൽപാദം മാറ്റാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം കാൽ ഉയർത്തിയപ്പോൾ തന്നെ അസ്ത്രം മുന്നോട്ട് നീങ്ങുകയും ശേഷിച്ചിരുന്ന ആ ഇലയെ അടയാളപ്പെടുത്തുകയും ചെയ്തു. ഇതോടുകൂടി ബർബരീകന്റെ കഴിവ് കൃഷ്ണൻ മനസ്സിലാക്കി. യുദ്ധത്തിൽ പാണ്ഡവരെ ബർബരീകന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുക അത്ര എളുപ്പമല്ലെന്ന് കൃഷ്ണൻ തിരിച്ചറിഞ്ഞു. കാരണം അവൻ അറിയാതെ തന്നെ അസ്ത്രം മുന്നോട്ട് പോയി അവരെ നശിപ്പിച്ചേക്കാം. യുദ്ധത്തിൽ നീ ആരുടെ ഭാഗത്തായിരിക്കും നിൽക്കുക എന്ന് ബ്രാഹ്മണൻ അവനോട് ചോദിച്ചു. ഒട്ടും ആലോചിക്കാതെ തന്നെ ബർബരീകൻ മറുപടി പറഞ്ഞു, ദുർബലമായ പക്ഷത്തെ പിന്തുണയ്ക്കുമെന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വാക്കു നൽകിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കൗരവർക്കാണ് പാണ്ഡവരെക്കാൾ സൈന്യമുള്ളത്. അവൻ സന്തോഷത്തോടെ മറുപടി പറഞ്ഞു, ഞാൻ പാണ്ഡവർക്ക് വേണ്ടിയായിരിക്കും യുദ്ധം ചെയ്യുക. ഇതിൽ നിന്നും കൃഷ്ണൻ ഒരു കാര്യം മനസ്സിലാക്കി. ബർബരീകൻ പാണ്ഡവ പക്ഷത്ത് നിന്നാൽ കൗരവപക്ഷം ദുർബലമാകും. അങ്ങനെ അവരുടെ ക്ഷണം സ്വീകരിച്ച് അവൻ കൗരവപക്ഷത്ത് ചേരും. പിന്നീട് പാണ്ഡവരെ ആക്രമിക്കും. അങ്ങനെ അവസാനം ഒരു യോദ്ധാവ് മാത്രമേ അവശേഷിക്കും. അത് ബർബരീകൻ തന്നെയായിരിക്കും. യുദ്ധത്തിൽ പങ്കെടുക്കുമെന്ന് ബർബരീകൻ പ്രതിജ്ഞ ചെയ്തതിനാൽ അവൻ ഒരിക്കലും അതിൽ നിന്ന് പിന്മാറില്ലെന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു. പാണ്ഡവർ വിജയിക്കണമെങ്കിൽ യുദ്ധത്തിന് മുമ്പ് ധീരനായ ഒരു ക്ഷത്രിയന്റെ തല ബലിയർപ്പിക്കേണ്ടതുണ്ടെന്ന് ബ്രാഹ്മണൻ അവനോട് പറഞ്ഞു. ക്ഷത്രിയരിൽ ഏറ്റവും ധീരനായി നിന്നെയാണ് ഞാൻ കാണുന്നതെന്നും അവനോട് പറഞ്ഞു. അതിനാൽ ബ്രാഹ്മണൻ അവന്റെ ശിരസ് ദാനമായി ആവശ്യപ്പെട്ടു. ഇതു കേട്ട ബർബരീകൻ ഇദ്ദേഹം കേവലം ഒരു ബ്രാഹ്മണനല്ലെന്നും അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്താനും ആവശ്യപ്പെട്ടു. അങ്ങനെ ബ്രാഹ്മണൻ യഥാർത്ഥ സ്വരൂപമായ ശ്രീകൃഷ്ണനായി മാറി. ഉടനെ തന്നെ ബർബരീകൻ കൃഷ്ണനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, എന്റെ ശിരസ് ദാനമായി നൽകാൻ ഞാൻ തയ്യാറാണ്. നിന്റെ ശിരസ് ദാനമായി നൽകുന്നതിന് മുമ്പ് നീ ആഗ്രഹിക്കുന്നതെന്തും ചോദിക്കാം, കൃഷ്ണൻ നിർദ്ദേശിച്ചു. ബർബരീകൻ കൃഷ്ണന്റെ പാദങ്ങളിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു, വരാനിരിക്കുന്ന കുരുക്ഷേത്ര യുദ്ധം തനിക്ക് കാണണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. കൃഷ്ണൻ അത് സമ്മതിക്കുകയും ചെയ്തു. ബർബരീകൻ അവന്റെ ശിരസ് കൃഷ്ണന് ദാനമായി നൽകി. അവന്റെ ശിരസ് കൃഷ്ണൻ യുദ്ധക്കളത്തിന് അഭിമുഖമായുള്ള ഒരു മലമുകളിൽ കൊണ്ടുവച്ചു. മലമുകളിൽ നിന്ന് അവൻ മഹാഭാരത യുദ്ധം മുഴുവനും വീക്ഷിച്ചു. യുദ്ധത്തിനൊടുവിൽ തങ്ങളുടെ വിജയത്തിന് ഏറ്റവും വലിയ സംഭാവന
ആരുടേതാണെന്ന് പാണ്ഡവർ തമ്മിൽ ചർച്ച നടന്നു. യുദ്ധം മുഴുവൻ വീക്ഷിച്ച ബർബരീകന്റെ ശിരസിനോട് നമുക്ക് ചോദിക്കാമെന്ന് കൃഷ്ണൻ നിർദ്ദേശിച്ചു. അങ്ങനെ അവർ മലമുകളിൽ ചെന്നു. അവനോട് ഈ വിജയത്തിന് പിന്നിലെ യഥാർത്ഥ സംഭാവന ആരുടേതാണെന്ന് ചോദിച്ചു. യുദ്ധത്തിൽ പാണ്ഡവരുടെ വിജയത്തിന് ഭഗവാൻ കൃഷ്ണൻ മാത്രമാണ് കാരണം. അദ്ദേഹത്തിൻ്റെ ഉപദേശവും തന്ത്രവും സാന്നിധ്യവും വിജയത്തിൽ നിർണായകമായിരുന്നു. അവൻ മറുപടി പറഞ്ഞു. മഹാഭാരത യുദ്ധത്തിൽ ബർബരീകൻ ചെയ്തത് വലിയൊരു ത്യാഗമാണ്. അതിനാൽ കൃഷ്ണൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നുണ്ട്. കലിയുഗം ആരംഭിക്കുമ്പോൾ ശ്യാം എന്ന നാമത്തിൽ തന്നെ എല്ലാവരും ആരാധിക്കുകയും തൻ്റെ അനുഗ്രഹം തേടുന്ന ഭക്തർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനും കഴിയും. ഇതായിരുന്നു അനുഗ്രഹം. കൃഷ്ണന്റെ അനുഗ്രഹത്തിന്റെ ഫലമായി നാം ഇപ്പോൾ കാട്ടു ശ്യാംജിയുടെ രൂപത്തിൽ ബർബരീകനെ ആരാധിക്കുന്നു. രാജസ്ഥാനിലെ സീക്കർ ജില്ലയിലാണ് കാട്ടു ശ്യാംജി എന്ന പ്രശസ്തമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.